നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ പ്രീ സീസണിൽ ഇതുവരെ 4 സൗഹൃദ മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ അവർക്ക് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു. റോസൻബോർഗ് എന്ന ക്ലബ്ബായിരുന്നു അവരെ പരാജയപ്പെടുത്തിയിരുന്നത്. എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ റേഞ്ചേഴ്സിനെതിരില്ലാത്ത 2 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തി. പക്ഷെ അതിനുശേഷം അവർക്ക് വീണ്ടും പരാജയം രുചിക്കേണ്ടി വന്നു. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ആഴ്സണൽ അവരെ പരാജയപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ സ്പാനിഷ് ക്ലബ്ബായ റയൽ ബെറ്റിസിനെ 2-നെതിരെ 3 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ സമ്മിശ്രമായ ഒരു റിസൾട്ടുകളാണ് എറിക് ടെൻ ഹാഗിന് തന്റെ ടീമിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിനേക്കാളൊക്കെ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ പല പ്രധാനപ്പെട്ട താരങ്ങളും പരിക്ക് കാരണം ഇപ്പോൾ പുറത്തായി കഴിഞ്ഞു എന്നുള്ളതാണ്. 4 താരങ്ങളാണ് ഇപ്പോൾ പരിക്കിന്റെ പിടിയിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം ലെനി യോറോയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഗണ്ണേഴ്സിനെതിരെയുള്ള മത്സരത്തിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. ആ ഒരു പരിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 മാസക്കാലം ലെനി യോറോ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു വലിയ തുക നൽകിക്കൊണ്ട് ഈ ഡിഫൻഡറെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയത്. പക്ഷേ സീസണിലെ ആദ്യ മത്സരങ്ങൾ കളിക്കാൻ അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു താരം റാസ്മസ് ഹോയ്ലുണ്ട് ആണ്. ഈ ഒരു സൂപ്പർ സ്ട്രൈക്കറെ കൂടി പരിക്ക് കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നഷ്ടമായിട്ടുണ്ട്. 6 ആഴ്ചകൾ അഥവാ 1.5 മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ. ഈ 2 താരങ്ങൾക്കും ആഴ്സണലിനെതിരെയുള്ള മത്സരത്തിലായിരുന്നു പരിക്കേറ്റത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ റയൽ ബെറ്റിസിനെതിരെയുള്ള മത്സരത്തിൽ 2 താരങ്ങൾക്കാണ് പരിക്കേറ്റത്. അത് ഒന്ന് മാർക്കസ് റാഷ്ഫോർഡും അതുപോലെ തന്നെ മറ്റൊന്ന് ആന്റണിയുമാണ്. ഈ 2 താരങ്ങളും പരിക്ക് കാരണം ഈ ഒരു മത്സരത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 4 താരങ്ങളെയാണ് സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ അവർക്ക് നഷ്ടമായിട്ടുള്ളത്. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. സൗഹൃദ മത്സരത്തിൽ ലിവർപൂളിനെ അവർ നേരിടുന്നുണ്ട്. ഓഗസ്റ്റ് 4-ാം തീയതിയാണ് ആ മത്സരം. അതിനുശേഷമാണ് കമ്മ്യൂണിറ്റി ഷീൽഡ് കലാശ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഈ മത്സരത്തിൽ ഈ സുപ്രധാന താരങ്ങൾ ഇല്ല എന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്കാജനകമായ കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.